നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭിന്നശേഷി സംവരണത്തിൽ ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാൻ സർക്കാർ. മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തി. NSSന് അനുകൂലമായ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്നാണ് സർക്കാർ നയമെന്ന് മന്ത്രി വിശദീകരിച്ചു. വേഗത്തിലുള്ള പ്രായോഗിക പരിഹാരമാണ് വേണ്ടതെന്ന് ക്രൈസ്തവ സഭകൾ വ്യക്തമാക്കി. ഭിന്നശേഷി സംവരണം വിഷയത്തോടെ സ്ഥിര നിയമനങ്ങൾ തടസ്സപ്പെട്ടതിൽ കടുത്ത പ്രതിഷേധമാണ് ക്രൈസ്തവ സഭകൾ ഉയർത്തിയത്. NSS സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് നേടുകയും ചെയ്തു. ഉത്തരവ് എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്ന ആവശ്യം ക്രൈസ്തവ സഭകൾ മുന്നോട്ട് വെച്ചു. ഇതോടെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. പ്രശ്നം രാഷ്ട്രീയ വിഷയമായതോടെ നയം നിയമസഭയിൽ വ്യക്തമാക്കി വിദ്യാഭ്യാസ മന്ത്രി. നായർ സർവീസ് സൊസൈറ്റിക്ക് നൽകിയിട്ടുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അനുമതിക്ക് വിധേയമായി സമാന സ്ഥിതിയുള്ള മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുമെന്നതാണ് സർക്കാർ നയം. ഇത് സംബന്ധിച്ച് സർക്കാർ സുപ്രീം കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണ്. സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണാമായിരുന്നുവെന്ന് ഓർത്തഡോക്സ് സഭ. NSSന്റെ കാലത്ത് നടപ്പിലാക്കിയതുപോലെ ഒരു കോടതിയിൽ പോകാതെ തന്നെ ഇത് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ തന്നെ നടപ്പിലാക്കാവുന്ന ഒരു വിഷയമായിരുന്നു. ഇപ്പോഴും അത് ചെയ്യാവുന്നതാണ്. അനുനയ നീക്കങ്ങളെ സ്വാഗതം ചെയ്യുമ്പോഴും വേഗത്തിൽ പ്രശ്നപരിഹാരം വേണമെന്നാണ് ക്രൈസ്തവ സഭകളുടെ നിലപാട്. ഉറപ്പുകൾ മുൻപും ലഭിച്ചെങ്കിലും പ്രാവർത്തികമാക്കുന്നതിലെ പ്രായോഗിക പ്രതിസന്ധിയാണ് സഭകൾ കുറ്റപ്പെടുത്തുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.